إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتاك حديث موسى إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى صدق الله العظيم أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله قال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പരിപൂർണമായി അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മൾ നിലവിലുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം മാസത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായി 3 കാര്യങ്ങൾ എണ്ണി പറയുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, മുഹറം മാസം എന്നുള്ളത് ഷഹറുല്ലാഹി, ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്. മറ്റെല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റെതാണെങ്കിൽ കൂടി ഈ മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പരിഗണനയിൽ കാണുന്ന മാസമാണ്. രണ്ടാമത്തെ കാര്യം, മുഹറം മാസം എന്നുള്ളത് യുദ്ധം ഹറാമാക്കിയ മാസമാണ്. മൂന്നാമത്തത്, മുസ്ലിം സമുദായത്തിന് ഒട്ടനവധി വിജയങ്ങൾ സമ്മാനിച്ച മാസമാണ് വിശുദ്ധ മുഹറം മാസം എന്നുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത് മുഹറം മാസത്തിലാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഏകാധിപതിയായ സ്വേച്ഛാധിപതിയായ ഫറോവയിൽ നിന്ന് സംരക്ഷിച്ചത്, അതിലൂടെ മുസ്ലിം സമുദായത്തിന് അന്തസ്സും അഭിമാനവും നൽകിയത് മുഹറം മാസത്തിലാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ, ഖദിമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, ഹദീസിൽ വരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശുറ, മുഹറം മാസം 10-ാം തീയതി ആശുറയിൻ്റെ അന്ന് യഹൂദികൾ നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഫഖാല മാ ഹാദാ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണിത്? ഖാലു, യഹൂദികൾ പറഞ്ഞു, ജൂതന്മാർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹായ ഒരു ദിവസമാണ്, ഒരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായേലുകാരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെയും അവരുടെ ശത്രുക്കളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇത് എന്ന് യഹൂദികൾ, ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി കൊടുത്തു. മാത്രമല്ല ഫസ്വാമഹു മൂസ, മൂസാ നബിക്ക് വിജയം കൊടുത്തതിൻ്റെ നന്ദി സൂചകമായി മൂസാ നബി നോമ്പെടുക്കുമായിരുന്നു എന്നുകൂടെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഫഅന അഹഖു ബി മൂസ മിൻകും,
സത്യത്തിൽ മൂസാ നബിയോട് നിങ്ങളെക്കാൾ കൂടുതൽ കടമപ്പെട്ടിരിക്കുന്നത് ഞങ്ങളാണ്. ഫസ്വാമഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് നോറ്റു. വ അമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഇത് ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആശൂറയുടെ അന്ന്, മുഹറം 10-ന്റെ അന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സംഭവം വിവരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ മുഹറം 10-ന്റെ കൂടെ ആശൂറയുടെ കൂടെ താസുആ കൂടെ ഞാൻ നോമ്പനുഷ്ഠിക്കും, മുഹറം 9-ന് കൂടെ ഞാൻ നോമ്പനുഷ്ഠിക്കും എന്ന്. ഈ രണ്ട് ഹദീസുകളെയും വെച്ചുകൊണ്ടാണ് മുഹറം 9-നും 10-നും താസുആയുടെ അന്നും ആശൂറയുടെ അന്നും നോമ്പനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാന, റമളാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് ഷഹറുല്ലാഹിൽ മുഹറം, ഈ മുഹറം മാസത്തിൽ നോക്കുന്ന നോമ്പുകൾക്കാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ബുഖാരി തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, അമറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മിൻ അസ്ലമ, അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, അൻ അദ്ദിൻ ഫിന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ അടുക്കലേക്ക് പോവുക, എന്നിട്ട് അവരോട് പറയുക, അന്ന മൻ കാന അകല ഫൽയസും ബഖിയത യൗമിഹി. നബി തങ്ങൾ ഈ മനുഷ്യനെ പറഞ്ഞേക്കുന്നത് പ്രഭാതം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓരോ വീടുകളിലും പോയി ജനങ്ങളോട് പറയുക, അന്ന മൻ കാന അകല ഫല്യസും ബഖിയത യൗമിഹി, ആരെങ്കിലും ഇന്നേ ദിവസം നോമ്പ് നോറ്റിട്ടില്ല എങ്കിൽ, ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ, ഫല്യസും ബഖിയത യൗമിഹി, ഇനി ബാക്കിയുള്ള ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം നോമ്പുകാരെ പോലെ കഴിഞ്ഞുകൂടുക, ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞുകൂടുക എന്ന്. വമല്ലം യകുൻ അക്കല, ഇനി ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ, സുബൈക്ക് ശേഷം ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ, ഫല്യസും, അവർ നോമ്പിന്റെ നിയ്യത്ത് വെക്കുക എന്ന് ആ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, സ്വഹാബികൾ ഫകുന്നാ നസുമുഹു ബഅദു, നബി തങ്ങളുടെ ഈ കൽപ്പന കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ ആശൂറാവും താസുആവും നോമ്പ് നോക്കുമായിരുന്നു. വനുസവ്വിമു സിബിയാനന, ഞങ്ങളുടെ കുട്ടികളെ വരെ നോമ്പ് നോൽപ്പിക്കുമായിരുന്നു. അത്രയും പ്രാധാന്യത്തോടുകൂടിയാണ് ഈ നോമ്പിനെ സ്വഹാബാക്കൾ കണ്ടിരുന്നത്. മാത്രമല്ല, അവർ നോമ്പ് നോപ്പിക്കുമ്പോൾ സാധാരണ റമളാനിന്റെ നോമ്പ് പോലെയല്ല ഇത്, കേവലം 2 ദിവസമേ ഉള്ളൂ. അപ്പൊ കുട്ടികൾക്ക് നോമ്പ് നോറ്റ് ശീലിക്കാനുള്ള സമയമില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ക്ഷീണം വരും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഹറം മാസത്തിലെ നോമ്പ് നോപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം കളിപ്പാട്ടങ്ങൾ വാങ്ങുമായിരുന്നു, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഫൈദാ ബക അഹദുഹും അല ത്വാം, ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് അവരെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി അഅ്തൈനാഹു ദാലിക, ആ കളിപ്പാട്ടം അവർക്ക് കൊടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ വരികയാണ്. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് ഇന്ന് നമ്മൾ നോറ്റിരിക്കുന്ന ആശുറ ഇന്ന് നോമ്പ് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു നോമ്പ് നമുക്ക് സുന്നത്താക്കിയത്? നബി തങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോമ്പ് നോക്കണമെന്ന് പറഞ്ഞത്? റമദാൻ മാസത്തിലെ പോലെ, ദുൽഹിജ്ജ മാസത്തിലെ പോലെ ഒരുപാട് സംഭവ ബഹുലമായ മാസമാണ് മുഹറം മാസം എന്നുള്ളത്. ഒരുപാട് സംഭവങ്ങൾ ഈ മാസത്തിൽ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫറോവയിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു രക്ഷിച്ച മാസമാണ് മുഹറം മാസം. അതുപോലെ തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാസമാണ് മുഹറം മാസം. നബി തങ്ങളുടെ ഹിജ്റ നടക്കുന്നത് മുഹറമിലല്ല, അത് റബീഉൽ അവ്വലിലാണ്. പക്ഷേ മുഹറം മാസത്തിന് ഹിജ്റയുമായി വല്ലാത്ത ബന്ധമുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രനായ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത് ഈ മുഹറം മാസത്തിലാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് മുഹറം മാസം എന്നുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ചരിത്രമാണ്. അള്ളാഹു പറയുന്നു, ഹൽ അതാക ഹദീസു മൂസ, നിങ്ങൾക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ വന്നെത്തിയിട്ടില്ലേ? നിങ്ങളത് അറിഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ അടുക്കൽ ഖുർആനില്ലേ?
നിങ്ങൾ ഖുർആൻ എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിശുദ്ധമായ വാദിലേക്ക്, ഒരു താഴ്വരയിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്ഷണിച്ചു. എന്നിട്ട് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, മൂസാ നബിയോട് അല്ലാഹു കൽപ്പിച്ചു, ഇദ്ഹബ് ഇലാ ഫിർഔന, നീ ഫറോവയുടെ അടുക്കിലേക്ക് പോവുക. ഇന്നഹു തഗ, തീർച്ചയായും ഫറോവ എന്നുള്ളത് ഒരു കാരുണ്യവാനായ ഭരണാധികാരിയല്ല. ഇന്നഹു തഗ, ഏറ്റവും വലിയ തമ്മാടിയായ, അഹങ്കാരിയായ, ഏകാധിപതിയായ, സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, ആ സ്വേച്ഛാധിപതിയായ ഫറോവയുടെ അടുക്കിലേക്ക് നീ പോവുക. ഫറോവയെ പറ്റി സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയുന്നു, നത്ലു അലൈക മിൻ നബഇ മൂസ വ ഫിർഔന ബിൽ ഹഖ് ലിഖൗമിൻ യുഅ്മിനൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി മൂസാ നബിയുടെയും ഫറോവയുടെയും ചരിത്രം വിശദമായി മനോഹരമായ രൂപത്തിൽ ഞാൻ പറഞ്ഞു തരികയാണ് എന്ന് അല്ലാഹു പറയുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചത്, വഇദ് നാദാ റബ്ബുക മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനിത്തിൽ ഖൗമൽ ളാലിമീൻ. നേരത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് ഫറോവയുടെ അടുക്കിലേക്ക് പോകണമെന്നാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അനിത്തിൽ ഖൗമൽ ളാലിമീൻ, അക്രമകാരികളായ ഒരു കൂട്ടം ആളുകളുടെ അടുക്കിലേക്ക് പോവുക. അഥവാ ഫറോവ എന്ന ഭരണാധികാരിയുടെയും അയാളുടെ കൂടെയുള്ള കിങ്കരന്മാരുടെയും അടുക്കലേക്ക് പോവുക എന്ന് മൂസാ നബിയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഭരണകൂടവുമായി ഒരുപാട് സാമ്യതകളുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു ഫറോവയുടേത്. വളരെ സാമ്പത്തിക ശക്തിയുള്ള കോർപ്പറേറ്റ് ശക്തികളുടെ പിന്തുണയുള്ള ഒരു ഭരണകൂടമായിരുന്നു. അതുപോലെ തന്നെ ശക്തമായ സൈനിക സംവിധാനമുള്ള ഒരു ഭരണകൂടമായിരുന്നു ഫറോവയുടേത്. ഫറോവയെ പറ്റി അല്ലാഹു തന്നെ പറയുന്നു, വഫിർഔന ദിൽ ഔതാദ്, ഫറോവ എന്നുള്ളത് ദിൽ ഔതാദാണ്, ശക്തമായ ഭരണ സംവിധാനമുള്ള ഭരണാധികാരിയാണ്. അക്രമികൾ, നിരപരാധികളായ മനുഷ്യരെ ക്രൂരമായി കൊന്നൊടുക്കുന്ന, അവരെ ശിക്ഷിക്കുന്ന, അനർഹമായി അവരെ വധിച്ചു കളയുന്ന ഒരു ഭരണാധികാരിയാണ് ഫറോവ. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാട്ടിൽ മുഴുവനും കുഴപ്പമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, വർഗീയത വളർത്തുന്ന ഭരണാധികാരിയാണ് ഫറോവ. അങ്ങനെയുള്ള ഫറോവയുടെ അടുക്കിലേക്ക് പോവാനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുന്നത്. ഫറോവയെ പറ്റി അല്ലാഹു വിശദമായി പറയുന്നുണ്ട്, ഫറോവയുടെ ഭരണ സംവിധാനങ്ങളുടെ സവിശേഷതകൾ. ഒന്നാമത്, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഫറോവ ഭൂമിയിൽ സവർണ മനോഭാവം കാണിച്ച ഭരണാധികാരിയായിരുന്നു. ഞാനാണ് വലിയവൻ, ഞാനാണ് ഉയർന്ന ജാതിക്കാരൻ എന്ന രീതിയിൽ സവർണ മനോഭാവമുള്ള ഭരണാധികാരിയായിരുന്നു ഫറോവ. നമ്മൾ ഇന്നത്തെ ഭരണകൂട സംവിധാനങ്ങളിലേക്ക് നോക്കുക, സവർണ വർഗമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വജഅല അഹ്ലഹ ശിയ, ഭരണീയരെ, തൻ്റെ നാട്ടിലുള്ള ആളുകളെ വർഗീയതയുടെ പേരിൽ, വംശീയതയുടെ പേരിൽ പല തട്ടുകളാക്കി തിരിച്ച ആളായിരുന്നു ഫറോവ. മാത്രമല്ല, യസ്തദഇഫു ത്വാഇഫതൻ മിൻഹും, അവരിൽ നിന്ന് ചില വിഭാഗം ആളുകളെ ന്യൂനപക്ഷമാക്കി അടിച്ചമർത്താൻ ശ്രമിച്ചു ഫറോവ. മാത്രമല്ല, യുദബ്ബിഹു അബ്നാഅഹും, അവരിലുള്ള ആൺകുട്ടികളെ, പുരുഷന്മാരെ ക്രൂരമായി കൊന്നൊടുക്കി ഫറോവ. ഇന്നത്തെ ഭരണകൂട സംവിധാനങ്ങളിലേക്ക് നമ്മൾ നോക്കണം, പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്യുകയാണ്, ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്യുകയാണ്, അവരെ തടവറകളിലേക്ക് മാറ്റുകയാണ് ഇന്നത്തെ ഫറോവമാർ. അതുപോലെ തന്നെ വയസ്തഹീ നിസാഅഹും, സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുകയും ക്രൂരമായ രൂപത്തിൽ അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. പല കലാപങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഗുജറാത്ത് കലാപം പോലെയുള്ള കലാപങ്ങൾ, അതിലൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ ക്രൂരമായി കൊന്നൊടുക്കുന്ന, ബലാത്സംഗം ചെയ്ത് കൊന്നൊടുക്കുന്ന ഒരു കൂട്ടം ഫറോവമാരെ പറ്റി. അങ്ങനെ ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, ഈ ഫറോവ എന്നുള്ളത് സർവാധിപത്യം മനോഭാവമുള്ള ആണുങ്ങളെ പ്രത്യേകമായി തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന, ഇല്ലാതാക്കുന്ന, സ്ത്രീകളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന ഒരു ഫറോവയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഫറോവയുടെ മുന്നിലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പോകാൻ പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോകുകയാണ്. എന്നിട്ട് ഫറോവയോട് പറയാൻ പറയുന്ന കാര്യം എന്താണ്? ഖുർആൻ പറയുകയാണ്, വഇദ് നാദാ റബ്ബുക മൂസ അനിത്തിൽ ഖൗമൽ ളാലിമീൻ, മൂസ, നീ ഫറോവയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെ അടുക്കിലേക്ക് പോകണം. എന്നിട്ട് അവരോട് പറയേണ്ടത്, അലാ യത്തഖൂൻ,
അലാ യത്തഖൂൻ, മനുഷ്യ, നിനക്കൊരു ഈശ്വരനില്ലേ? നിനക്കൊരു ദൈവമില്ലേ? ആ ദൈവത്തിന് നിനക്ക് പേടിയില്ലേ? ആ ദൈവം നിന്നെ ചോദ്യം ചെയ്യുമെന്ന മനോഭാവം നിനക്കില്ലേ? ഈ പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കുമ്പോൾ, ഈ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ, നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുമ്പോൾ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിന്റെ ദൈവത്തിന് നിനക്ക് പേടിയില്ലേ എന്ന ഓർമ്മ ആ ഫറോവയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം എന്നുള്ളത് വളരെ വിശാലമാണ്, നമുക്കൊരു സംസാരത്തിലൊന്നും ഒതുക്കാൻ കഴിയാത്തതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഫറോവ ക്രൂരമായ രൂപത്തിൽ ആളുകൾക്കിടയിൽ വർഗീയത പരത്തുമ്പോൾ, മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അവിടെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടിട്ടില്ല എന്നുള്ള വിഷയമാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം. പലപ്പോഴും നമ്മൾ ഇന്ന് പറയാറുണ്ട്, ഇസ്രായേൽ നരാധമന്മാർ ഫലസ്തീനിലെ പിഞ്ചുമക്കളെ കൊന്നൊടുക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പല മുസ്ലിമീങ്ങളെയും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയാക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് അള്ളാഹു ഇടപെടുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹു ഇടപെടുന്നില്ല എന്ന ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. നമ്മൾ മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഫറോവ ഇത്രമാത്രം ക്രൂരമായ രൂപത്തിൽ ഇടപെട്ടിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊന്നും ശിക്ഷ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിൽ പറയുകയാണ്, വല്ലദീന കദ്ദബൂ ബിആയാതിനാ സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അക്രമകാരികളായ ആളുകൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ നിഷേധിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ നിഷേധിക്കുന്ന ആളുകൾ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്ന രീതി സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവർ അറിയാത്ത രൂപത്തിൽ പടിപടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുക. ഒരൊറ്റ നിമിഷത്തിൽ അവരുടെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയില്ല. വഉംലി ലഹും, അവർക്ക് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു കൊടുക്കും. ഫറോവയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്താൻ മാത്രമുള്ള എല്ലാ ഭൗതികമായ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇന്ന കൈദി മതീൻ, തീർച്ചയായും എൻ്റെ തന്ത്രം, എൻ്റെ പിടുത്തം അത് മതീനാണ്, അതിശക്തമാണ്. അത് വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഫലസ്തീനിൽ പിഞ്ചുമക്കൾ ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് അല്ലാഹു ഇടപെടുന്നില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് അല്ലാഹു പറയുന്നത്, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. ഈ നരാധമരായ ഭരണ സംവിധാനങ്ങൾ അല്ലാഹു പിടികൂടുന്നത് ഒരൊറ്റ നിമിഷത്തിലല്ല, ഒരൊറ്റ രാത്രിയിലല്ല, അത് പടിപടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുക. ഒരുപാട് സംവിധാനങ്ങൾ കൊടുത്ത് അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് അല്ലാഹു കൊണ്ടുപോകും. അങ്ങനെ ഫറോവയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കൊണ്ടുപോയി. അവസാനം ഫറോവ പറഞ്ഞു, വഖാല ഫിർഔനു, സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയുന്നു, വഖാല ഫിർഔനു, ഫറോവ പറഞ്ഞു, യാ അയ്യുഹൽ മല, അല്ലയോ എൻ്റെ നാട്ടുകാരെ, എൻ്റെ സംഘമേ, എൻ്റെ അനുയായികളെ, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ വേറൊരു ആരാധന ഈ ലോകത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിലേക്ക് അല്ലാഹു കൊണ്ടുപോവുകയാണ്. ഞാനല്ലാതെ വേറൊരു ആരാധ്യൻ ഈ ലോകത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് ഫറോവ ജനങ്ങളോട് പറയുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഫഖാല അന റബ്ബുകുമുൽ അഅല, ഈ ഫറോവ വിളിച്ചു പറഞ്ഞു, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, എൻ്റെ അപ്പുറത്തേക്ക് ഒരു രക്ഷിതാവില്ല, ഉണ്ടെങ്കിൽ ഇടപെടാൻ വരട്ടെ. ഫറോവ ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും വലിയ ക്രൂരത ചെയ്യുമ്പോൾ അതിൽ ഇടപെടാൻ ഏതെങ്കിലും രക്ഷിതാവ് ലോകത്തുണ്ടെങ്കിൽ അവൻ വരട്ടെ എന്ന് ഫറോവ ചോദിക്കുകയാണ്. അള്ളാഹു പറയുന്നു, അങ്ങനെ അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തി ഞാനാണ് ദൈവമെന്ന് ഫറോവ പറഞ്ഞപ്പോൾ ഇഹലോകത്തും പരലോകത്തും ഒരു മാതൃകയാകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയെ പിടികൂടി എന്നുള്ളതാണ്. അല്ലാഹു ഫറോവയെ പിടികൂടി അഹങ്കാരത്തിന്റെ ഉത്തുംഗ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും ഫറോവയുടെ അക്രമം സഹിക്കാൻ കഴിയാതെ മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് ചെങ്കടലിന്റെ മുന്നിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത എത്തുന്നത്. മൂസാ നബിയും സമൂഹവും ചെങ്കടലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്റ്റക്കായി പോവുകയാണ്. ഇനി എന്ത് ചെയ്യണം? മുന്നോട്ട് എങ്ങനെ പോകും? മുന്നിൽ ചെങ്കടൽ തളം കെട്ടി നിൽക്കുകയാണ്, പിന്നിൽ ഫറോവയുടെ സൈന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന്റെ മുന്നിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, ചെങ്കടലിൽ അടിക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിൽ അടിക്കുന്നു. അവിടെ സമുദ്രം രണ്ട് ഭാഗമായി തിരിയുന്നു.
സമുദ്രത്തിന്റെ ഇടയിൽ ഒരു വഴി രൂപപ്പെടുന്നു. ആ വഴിയിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിക്കുകയാണ്. ഒരിക്കലും ചെങ്കടൽ ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് തിരിയുകയില്ല. ഇവിടെ എന്തോ അമാനുഷികമായ പ്രവർത്തനം നടക്കുന്നുണ്ട്, അതുകൊണ്ട് അല്പം കരുതലോടുകൂടി മാത്രമേ ഇവിടെ ഇടപെടാവൂ എന്നാണ് നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിക്കുക. പക്ഷെ ഫറോവ ആലോചിച്ചത് എന്താണ്? ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തിച്ച കാരണത്താൽ മറ്റൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഫറോവ ഈ മൂസാ നബിയുടെ പിന്നാലെ പോവുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നാലെ പോയി മൂസാ നബിയെ പിടികൂടാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിലാണ് ഫറോവയെ കൈകാര്യം ചെയ്യുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഘം ചെങ്കടൽ കടന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി. ഫറോവയുടെ സംഘം ചെങ്കടലിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെങ്കടലിനെ പഴയ രൂപത്തിലേക്കാക്കുകയായിരുന്നു. ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിക്കുകയായിരുന്നു. ഫറോവ അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തിയപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, ഇന്ന് നമ്മുടെ നാട്ടിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വേച്ഛാധിപതികളായ, ഏകാധിപതികളായ, ഫാസിസവും നാസിസവും ആദർശമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ഈ രൂപത്തിലുള്ള പരിണിത ഫലം വരിക തന്നെ ചെയ്യും. ചരിത്രം മുഴുവൻ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹിറ്റ്ലറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിട്ടിട്ടില്ല. മുസോളിനി അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിട്ടിട്ടില്ല. ഇനി നെതന്യാഹുവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷെ അത് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, നമ്മൾ അറിയാത്ത രൂപത്തിൽ, അയാൾ പോലും അറിയാത്ത രൂപത്തിൽ പടിപടിയായിട്ട് മാത്രമേ അല്ലാഹു കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് സഹായം കൊടുക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ ഗൈബിയായ സഹായം ഒരു സമൂഹത്തിന് ഇറങ്ങണമെങ്കിൽ, ആ സമൂഹത്തിൽ ഏറ്റവും ആദ്യമായി ഈമാൻ എന്നുള്ള ക്വാളിറ്റി ഉണ്ടാകണമെന്നുള്ളതാണ്. മൂസാ നബിക്കും തന്റെ സംഘത്തിനും ഈമാൻ ഉണ്ടായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിനെ രണ്ട് ഭാഗമാക്കി മാറ്റി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഘത്തിന് ഈമാൻ ഉണ്ടായത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പലിൽ രക്ഷപ്പെടുത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈമാൻ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈമാൻ ഉണ്ട് എങ്കിൽ നവഫറോവമാരുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ ഈമാൻ ഉണ്ടാക്കണം, അള്ളാഹുമായിട്ടുള്ള ബന്ധമുണ്ടാകണം. ഈമാൻ ഉണ്ട് എങ്കിൽ അള്ളാഹു പറയുകയാണ്, ഈമാനുള്ള വിഭാഗത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ അധികാരം കൊടുക്കുമെന്നാണ്. സൂറത്തുൻ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നമ്മൾ സൂക്ഷിച്ച് കേൾക്കേണ്ട ഒരു ആയത്താണിത്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളിൽ നിന്നും ഈമാനും അമലുസ് സ്വാലിഹാത്തുമുള്ള ആളുകൾക്ക് അല്ലാഹു ഇതാ വാഗ്ദാനം ചെയ്യുകയാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. ഇതിനു മുമ്പുള്ള ജനതകൾക്ക് ഈ ഭൂമിയിൽ അധികാരം കൊടുത്തതുപോലെ, സ്ഥാനം കൊടുത്തതുപോലെ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഈ ഭൂമിയിൽ നിങ്ങൾക്കും അല്ലാഹു അധികാരം നൽകുന്നതാണ്, നിങ്ങൾക്കും അല്ലാഹു വിജയം നൽകുന്നതാണ്. ഈ ഭൂമിയിൽ അധികാരവർഗമായി ഈമാനുള്ളവർ അല്ലാഹു ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ്. നമ്മൾ ചെയ്യേണ്ട പണി നമുക്ക് ഈമാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ലഭിക്കും എന്നുള്ളതാണ് ഈ മുഹറം മാസത്തിലെ 10-ാം തീയതി നമുക്ക് നൽകുന്ന പാഠം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയിൽ നിന്ന് രക്ഷിച്ച അതേ അള്ളാഹുവാണ് ഇന്നും നമുക്കുള്ളത്. ആ അള്ളാഹു നമുക്ക് സഹായം നൽകണമെങ്കിൽ മൂസാ നബിയും അദ്ദേഹത്തിന്റെ ജനതയും ഉണ്ടാക്കിയെടുത്ത ഈമാനികമായ അവസ്ഥ അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് മടങ്ങുവാൻ, നമ്മുടെ ജീവിതം മുഴുവനും ദീനനുസരിച്ചുള്ളതാക്കി തീർക്കുവാൻ, ഈമാനുള്ളവരായിട്ട് ജീവിക്കുവാനും മരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.